2027 ഏറ്റവും നിർണായകമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. അതായത് ഈ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നിർണ്ണയിക്കും 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും, ആര് പരാജയപ്പെടുമെന്നതിൻ്റെ ഒരു സെമി ഫൈനൽ പോരാട്ടമാണ് ഈ പറയുന്ന 2027 നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, ഗുജറാത്തിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? BJP വീണ്ടും അധികാരത്തിൽ എത്തുന്ന തരത്തിലോട്ട്, ഒരു തുടർ ഭരണം നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അവിടെ ഒരു കോൺഗ്രസിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? AAPക്ക് എന്തെങ്കിലും ചലനമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആദ്യ ദേശീയ സർവേ റിസൾട്ട് ഗുജറാത്തിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത്, ഗുജറാത്തിൽ വീണ്ടും ഒരു തുടർ ഭരണം തന്നെയാണ് ദേശീയ സർവേ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് അവിടെ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിസൾട്ട് പ്രകാരം, അതായത് 3 സർവേ റിസൾട്ടുകൾ പ്രകാരം നോക്കുവാണെങ്കിൽ അതിൽ ഒന്ന് 121 സീറ്റുകൾ BJPക്ക് പ്രവചിക്കുന്നു, 46 സീറ്റുകൾ കോൺഗ്രസിന് പ്രവചിക്കുന്നു, ആപ്പിന് 9 സീറ്റുകൾ പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സർവേ റിസൾട്ട് എന്ന് പറയുന്നത് 116 സീറ്റുകൾ BJPക്ക് പ്രവചിക്കുന്നു, 49 സീറ്റുകൾ കോൺഗ്രസിന് പ്രവചിക്കുന്നു, എന്നാൽ 15 സീറ്റുകൾ AAPക്ക് പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ദേശീയ സർവേ റിസൾട്ട് പ്രകാരം BJPക്ക് 110-ൽ കൂടുതൽ സീറ്റുകൾ പ്രവചിക്കുന്നു, അവിടെ കോൺഗ്രസിന് 45-ൽ കൂടുതൽ സീറ്റുകൾ പ്രവചിക്കുന്നു, ആപ്പിന് 15-ൽ കൂടുതൽ സീറ്റുകൾ പ്രവചിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 3 സർവേ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ BJPക്ക് തന്നെയാണ് ഒരു മേൽക്കൈ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ ചില സീറ്റുകളൊക്കെ തന്നെ ആപ്പ് നേടുമെന്നും പറയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിന് കാര്യമായിട്ടുള്ള ഒരു മെച്ചം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും സാധിക്കില്ല എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്, മാസങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനായിട്ട്. അതായത് അടുത്ത വർഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും സമയം കിടക്കുവാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ അവിടുത്തെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോതിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് അവിടെ BJP ആണ് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നത് ഈ ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു പ്രകടനം അവിടെ BJPക്ക് ഉണ്ടാകുമോ, അതല്ല അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിനോ അതല്ല ഈ പറയുന്ന തോതിൽ AAPക്കോ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന തോതിൽ BJP അധികാരത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും അവിടെ കോൺഗ്രസിന് കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നും അവിടെ AAPക്ക് ചില സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും BJP സംബന്ധിച്ചിടത്തോളമായാലും അവിടെ എന്ത് തരത്തിലുള്ള അട്ടിമറിയാണ് നടക്കാൻ പോകുന്നത്, അവിടെ ഈ പറയുന്ന തോതിൽ BJP വീണ്ടും അധികാരത്തിലെത്തുന്ന കണക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടി തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തുടരെ BJP ജയിച്ചു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെ BJPക്ക് ശക്തി പ്രാപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ഓൾറെഡി ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആയാലും ഇന്ത്യ സഖ്യമായാലും പൂർണ്ണതോതിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ബംഗാളിലായാലും അതോടൊപ്പം തന്നെ ആസാമിലായാലും പുതുച്ചേരിയിലായാലും ഒക്കെ തന്നെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലായാലും കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഇനി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് അട്ടിമറികൾ സംഭവിക്കാനിരിക്കുന്നത്, അതിൽ ഉത്തർപ്രദേശും ഗുജറാത്തും തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന തോതിൽ ഗുജറാത്തിൽ ഒരു വലിയ തോതിലുള്ള തിരിച്ചടി കോൺഗ്രസിന് വീണ്ടും നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കനത്ത പ്രഹരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും അവിടെ BJP വീണ്ടും അധികാരത്തിലെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ
കോൺഗ്രസിനേൽക്കുന്ന വളരെ വലിയ തോതിലുള്ള ഒരു തലക്കടിയായി മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഗുജറാത്തിലെ സർവേ റിസൾട്ടുകൾ പോലെ തന്നെ BJP മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സർവേ റിസൾട്ടുകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സീറ്റ് മുന്നേറ്റം അവിടെ BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? കോൺഗ്രസ് ഒരു തകർച്ചയിലേക്കാണോ അവിടെ മാറുന്നത്? അതല്ല, സർവേ റിസൾട്ടുകളെല്ലാം മാറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രകടനം നടത്താനായിട്ട് ഇനി വരും മാസങ്ങളിൽ ഈ പറയുന്ന തോതിൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രവർത്തന രീതിയിൽ സാധ്യമാകുമോ എന്നുള്ള ചോദ്യവും, AAPക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു മെച്ചം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? ഈ പറയുന്ന തോതിൽ നിലവിൽ 2 അക്കം കടന്നുകൊണ്ടുള്ള ഒരു സീറ്റ് നേടാനായിട്ട് ഗുജറാത്തിൽ AAPക്ക് സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്.